ഇറാന്റെ ആക്രമണം ഇസ്രയേലിനെ കാര്യമായി തന്നെ ബാധിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ മിസൈൽ ആക്രമണം തങ്ങളുടെ വ്യോമത്താവളങ്ങളെ തകർത്തു എന്ന് IDF തന്നെ സ്ഥിരീകരിക്കുന്നു. ഇസ്രയേലിന്റെ ഔദ്യോഗികമായി തന്നെ അറിയിപ്പ് എത്തിയിരിക്കുന്നു. വലിയ രീതിയിൽ തന്നെ തങ്ങളെ അത് വ്യോമത്താവളത്തിൽ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ വ്യോമസേനയ്ക്കോ അല്ലെങ്കിൽ വ്യോമഗതാഗതത്തിനോ അത് തകരാറുകൾ സംഭവിച്ചിട്ടില്ല എന്ന് IDF പറയുമ്പോൾ തന്നെയും ഇസ്രയേലിന്റെ ഈ മിസൈൽ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ മിസൈലുകളെ തടയാനായി എന്ന് ഇസ്രയേൽ പറയുമ്പോഴും ഇറാൻ പറയുന്നത് തങ്ങളുടെ മിസൈലുകളെല്ലാം ലക്ഷ്യത്തിൽ പതിച്ചു എന്നാണ്. കാരണം കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയായിരുന്നു ഇറാൻ മിസൈലുകൾ പോയിരുന്നത്. ആ മിസൈലുകൾ ഏറെയും ഇസ്രയേലിന് തകർക്കാൻ കഴിഞ്ഞുവെങ്കിലും അവരുടെ വ്യോമത്താവളം ഉൾപ്പെടെ അതിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇറാൻ്റെ ആക്രമണത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് IDF സ്ഥിരീകരിക്കുന്നു. ഏതായാലും വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ വ്യോമത്താവളത്തിലും മറ്റുമാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആ ഒരു വലിയ മിസൈൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നില്ലെങ്കിൽ ആ ഒരു വ്യോമത്താവളത്തിന് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ഇത് അപ്രതീക്ഷിതമായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. പക്ഷേ ആ വന്നു വീണ കേന്ദ്രങ്ങൾ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അത് മാറിയിരിക്കുന്നു. ഒരു വലിയ തിരിച്ചടി തന്നെ ഇസ്രയേൽ നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇസ്രയേലിൻ്റെ ഒരു രീതി അവരെ ആക്രമിക്കുന്ന രാജ്യങ്ങളെ ശക്തമായി തന്നെ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇറാൻ്റെ ആക്രമണം വെറുതെ ആയിരുന്നില്ല, വെറുതെ കുറേ മിസൈലുകൾ വിടുകയായിരുന്നില്ല എന്ന് തന്നെയാണ് IDF ഇപ്പോൾ പറയുന്നത്. ശക്തമായി തന്നെ അവരുടെ പല കേന്ദ്രങ്ങളെയും അത് ബാധിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.